രാവിലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി കൂട്ടി തന്നതാണ്. അവളുടെ വീട്ടിലുണ്ടായ കൂണ. ഇത്രയും കൂണുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് വിഭവം ഉണ്ടാക്കണം അല്ലേ? ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം, ഒന്ന് ചുട്ടും കഴിക്കാം അല്ലേ? രണ്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ ഇച്ചിരി മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം നോക്കാം, വായോ. ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ അരിഞ്ഞെടുത്തു. ഇനി നമ്മള് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നന്നാക്കി എടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ വളർത്തുന്നതുകൊണ്ട് അങ്ങനത്തെ വൃത്തികേടും ഒന്നുമില്ല. ഇത് സാധാരണഗതിയിൽ വെള്ളത്തിലിട്ട് കഴുകാൻ പാടില്ല എന്ന്. അതേപോലെ വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കറിക്കൊരു രസം ഉണ്ടാവില്ല. ഇത് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണി വെച്ചിട്ടോ നന്നായിട്ട് തൂത്തെടുത്താൽ മതി. പക്ഷെ നമ്മൾ അങ്ങനെ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്താലല്ലേ കഴിക്കാൻ ഒരു ഇതുണ്ടാവുള്ളൂ അല്ലേ? പക്ഷെ ഞാനൊന്ന് കഴുകി വേഗം തന്നെ വാലയ്ക്ക് വെച്ച് ഓട്ടപാത്രത്തിൽ വെച്ച് എല്ലാം സെറ്റാക്കി എടുത്താ കേട്ടോ. നമുക്കും ഒരു എന്താ അങ്ങനെ ശീലമായതുകൊണ്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പ് വെക്കാവേ. പാൻ ചൂടായ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാവേ. ചുമന്ന് വന്നു തുടങ്ങിയപ്പം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലാവശ്യമുള്ള ഒരു 10-15 ചെറിയുള്ളി അരിഞ്ഞതാണ് കേട്ടോ. എരിവിനാവശ്യമുള്ള 2-3 പച്ചമുളക്. ഇതൊന്ന് വാടി വന്നാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഈ സമയത്ത് തന്നെ കുറച്ച് ഉപ്പിടണം. കൂണിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ വെള്ളം വീണ്ടും കുറച്ചും കൂടി ഇറങ്ങാൻ ചാൻസ് ഇല്ലേ. ഇതിൽ പിടിച്ച് ഉപ്പിൻ്റെ ഇതൊക്കെ ഇങ്ങോട്ട് മാറിക്കോട്ടെ കണ്ട. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൂണിട്ട് കൊടുക്കാവേ. തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇതിനകത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളം ഇതിൽ തന്നെ വറ്റണം, അല്ലെ കുഴഞ്ഞു പോവേ. ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർക്കാവേ. ആവശ്യമില്ല, മഷ്റൂം ആയതുകൊണ്ട് എല്ലാവർക്കും ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്താലോ എന്നിങ്ങനെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തു. ഫുൾ ഫ്ലെയിമിലായുമ്പോൾ അതങ്ങ് വറ്റിക്കോളും. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മഷ്റൂം ആകും കേട്ടോ. ഈ സമയത്ത് ഒരു മിനിറ്റ് അവിടെ ഇങ്ങനെ ഇളക്കാതെ വെക്കുക. വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ കണ്ടോ വറ്റി തുടങ്ങുമ്പം 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണേ. അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ മഷ്റൂം മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ ഒന്ന് ആയിക്കോട്ടെ. അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ മഷ്റൂം മെഴുക്കുവരട്ടി ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മഷ്റൂമിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലെയൊക്കെ വീടുകളിലൊക്കെ വളർത്തുന്നതോ അല്ലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതോ അല്ലെങ്കിൽ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ എന്ത് നല്ല അല്ലേ. അപ്പം അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇത് ചോറിന് മാത്രമല്ല കേട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ ചപ്പാത്തിയുടെ ഉള്ളി വെച്ചിട്ട് ചുരുട്ടി അങ്ങോട്ട് കൊടുക്കണം. കടിച്ചു കുറച്ച് തിന്നുകൊണ്ട് കിടന്നോളും. അപ്പോൾ നമ്മുടെ മഷ്റൂം മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. മഷ്റൂം മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ലേ. സൂപ്പർ ടേസ്റ്റാ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.